അങ്ങനെ എന്തെങ്കിലും ചെയ്യൂ ഉടനെ? അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടുമില്ല. എന്നെ പല സിനിമകളിൽ വിളിച്ചിട്ടുണ്ട്. ഞാൻ വരാന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ഇപ്പൊ ഈവൻ ഞാൻ തന്നെ നിർമ്മിച്ച ഒരു സിനിമയില് എന്താടാ സജിയില് ഞാൻ ചെയ്യേണ്ട ഒരു റോളാണ് ബൈജു എഴുപുന്ന ചെയ്തത്. അത് ഒരു ചിരി കിട്ടുന്ന ഒരു ഹ്യൂമർ വേഷമായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാൽ ഞാനെല്ലാം ഓക്കെ ആയി പരിപാടികളെല്ലാം പറഞ്ഞു നിന്നപ്പോ വെളുപ്പിനായിട്ടപ്പോഴത്തേന് എന്റെ ഫുൾ കോൺഫിഡൻസ് പോയി. രാവിലെ ഞാനപ്പോ ഒരു വെളുപ്പിന് ഒരു 5 മണി 6 മണി ആയപ്പോഴത്തേന് ഞാൻ മറ്റേ ബൈജു എഴുപനെ വിളിച്ചു. എനിക്ക് വേണ്ടിയിട്ട് ഒറ്റ ഒരു ഉപകാരം ഈവൻ ചെയ്യണം, ഞാൻ എന്റെ സിനിമയാണ്, ഞാൻ നിർവഹിക്കുന്ന സിനിമയാണ്, ഞാൻ ചെയ്യാന്നായിരുന്നു വിചാരിച്ചത്. അപ്പോ എനിക്കതിപ്പോ കോൺഫിഡൻസ് കിട്ടുന്നില്ല. അതൊരു ഭയങ്കര ചിരിയുടെ അതൊരു പെർഫോമോ അല്ലെങ്കിൽ ഡയലോഗ് ഒക്കെ പറയേണ്ട സംഭവമാണ്. നിങ്ങള് എന്തുപകാരം വേണേലും ഞാൻ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾ ഇതൊന്ന് പോണം, എനിക്ക് വേണ്ടിട്ട് ഈഗോ നോക്കരുത്. ഇന്ന് ഷൂട്ട് ചെയ്യേണ്ട സിനിമയാണ്, നിങ്ങൾ ഇപ്പൊ രാവിലെ ഇപ്പൊ തന്നെ ഇറങ്ങിയാലേ ഉള്ളൂ അങ്ങ് തൊടുപുഴയിൽ പോയി എത്തണം. എന്നിട്ടത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അത് ബൈജു എഴുപന്നെയാണ് അത് പോയി ഈവൻ ചെയ്തത്. ഇപ്പൊ നിവിൻ പോളിയുടെ സിനിമയുണ്ട് ബോസ് ആൻഡ് ഗോ എന്ന് പറയുന്നത്, നമ്മുടെ സിനിമ തന്നെ. അതിലും എന്താന്ന് വെച്ചാൽ ഒരു അച്ഛന്റെ വേഷമുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ അതൊരു ഹ്യൂമർ, ഒരു നല്ല നോട്ടീസ് ചെയ്യുന്ന ഒരു വേഷമാണ്. അപ്പം ഞാൻ എന്നോട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ടർ കുറെ ഈവൻ നിർബന്ധിച്ചു. പക്ഷെ ആദ്യം ഓക്കെ എന്ന് പറഞ്ഞു. പിന്നീട് എന്ന് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതിപ്പോ നമ്മുടെ നിർമ്മാതാവ് ഷാജി നടേശനാണ് ആ റോള് ചെയ്യുന്നത്. അല്ല, അപ്പൊ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ഈവന് പോവാണ്. പൃഥ്വിരാജ് അഭിനയിക്കണ കാര്യം വല്ല പറഞ്ഞിട്ടുണ്ടോ? ലിസ്റ്റ് നല്ല അഭിനേതാവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഭിനയിക്കണം എന്നുള്ള ആവശ്യപ്പെട്ടുണ്ടോ പൃഥ്വിരാജ്? ഇല്ല. അല്ല ഞാനിത് നേരത്തെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞതാണ്. ഞങ്ങൾ ബ്രദേഴ്സ് ഡേയിൽ ഒരു ചെറിയൊരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാൾക്കാരെല്ലാം കൂടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും, അതായത് ഞാനിത് മൈൻഡ് വിട്ടുപോയി. ഈ ഡയലോഗ് ഉണ്ടായിരുന്നു, സ്മൈൽ പ്ലീസ് അടുത്ത് നിൽക്കുന്നു പറയേണ്ട ഒരു സാധനമുണ്ട്. ഇതെല്ലാം കൂടെ എനിക്ക് ഡയലോഗ് പറയാനും കൈ കൊണ്ട് ഇങ്ങനെ കാട്ടാനും എല്ലാം കൂടെ ഒരുമിച്ച് പറയാൻ പറ്റുന്നില്ലായിരുന്നു, ഈ ടെൻഷൻ അടിച്ചിട്ടേ. അതിന്റെ ഇടയ്ക്ക് അപ്പത്തേനും പൃഥ്വിരാജ് ഒച്ച വിളിച്ചിട്ട് പറഞ്ഞു, എടോ അറിയാൻ ഇട്ടിട്ട് പോടോന്ന് പറഞ്ഞു. അപ്പത്തേനും എനിക്ക് ആകെപ്പാടെ മൊത്തം കയ്യിൽ നിന്ന് ഈവൻ പോയി. പിന്നെ ആ ഡയലോഗും അതെല്ലാം പാട്ടിലൂടെ ഈവൻ പറഞ്ഞു വിട്ടു ഷാജോണ്. അല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ചെറിയ കാര്യം പോലും ഈസി ആയിട്ട് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത്രയൊക്കെ ചെയ്യാവുന്ന ലിസ്റ്റിന് അത് ചെയ്യാൻ കഴിയുന്നുള്ള ഒരു വിലയിരുത്തലാവട്ടെ. എനിക്ക് ലിസ്റ്റിനെ കണ്ട നാളെ തൊട്ടുള്ള ഞാൻ എന്നും ചോദിക്കുന്ന ചോദ്യമാണ്, ലിസ്റ്റിന് എന്ന് അഭിനയിക്കുന്നത്. അതിനുള്ള കഴിവ് ലിസ്റ്റിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഭയങ്കര കഴിവുള്ളൊരു വലിയ ബഹുമതി നടൻ എന്ന നിലയിലുള്ള കഴിവല്ല പറഞ്ഞത്. നമുക്ക് അഭിനയിക്കാമെന്നൊരു നമുക്ക് സ്വയം തോന്നുന്ന ഒരു കഴിവുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണല്ലോ വെളുപ്പിന് 5 മണി വരെ നമ്മൾ ആലോചിച്ച് അഭിനയിക്കാമെന്ന് നമുക്ക് കയ്യിൽ നിന്ന് പോകുന്ന പറയുമ്പോൾ നമ്മൾ ആളെ മാറ്റിയത്. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായാൽ മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. നമ്മൾ ജീവിതം മൊത്തം അഭിനയിച്ചു പോകുന്ന ആളുകളാണ്, അല്ലേ? അലി പോലും എത്ര സിനിമയിൽ അഭിനയിച്ചു, അല്ലെ? അഭിനയിക്കുന്നില്ലേ കുറെ സിനിമകളിൽ? അല്ല ഞാൻ പറഞ്ഞ അത് കുറെ ആർട്ടിസ്റ്റുകൾ കുറെ ആളുകളൊക്കെ നിൽക്കുമ്പോൾ അത് പെർഫോം ചെയ്യാന്ന് പറയുന്നത് അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. എനിക്കത് ഉള്ളിൽ നിന്ന് വരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പൃഥ്വിരാജിനോടൊത്ത് കോമ്പിനേഷൻ ചെയ്യാൻ പറ്റിയ അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അതെനിക്ക് പറ്റുന്നില്ല എന്നാ ഞാൻ പറഞ്ഞത്. അതെ, അത് ചില കാര്യങ്ങൾ അങ്ങനെയാണ് വരുന്നത്. എന്തായാലും ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഫിലിമിനെ ഇഷ്ടപ്പെടുന്ന, സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ സ്വപ്നമെല്ലാം സിനിമയാണ്, അല്ലേ? പഠിക്കുന്ന കാലം തൊട്ട് സിനിമ സ്വപ്നം കണ്ടു വന്ന് ഇവിടം വരെ എത്തി. ഇപ്പം എത്ര സിനിമയായി നിർമ്മാണം? 28 സിനിമയായി. ഈ പ്രായത്തിൽ 28 സിനിമയായി. ഇത്രയും പ്രായം കുറഞ്ഞൊരു നിർമ്മാതാവ് ഇത്രയും സിനിമ ചെയ്തവർ വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എൻ്റെ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ല ലിസ്റ്റിനെ? ഇത്രയും സിനിമകൾ ചെയ്ത് ഈ പ്രായങ്ങളിലുള്ള നിർമ്മാതാവ് ഇത്രയും സിനിമകൾ ഇത്ര ചുരുങ്ങിയ കാലഘട്ടത്തിൽ ചെയ്ത ഒരു നിർമ്മാതാവ് ഉണ്ടാകില്ല. തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് ചില പാളിച്ചകൾ വന്ന് ചില സിനിമകൾ പരാജയപ്പെടുന്നു. ഇനിയും ഒത്തിരി സിനിമകൾ ചെയ്യണം. നല്ല സിനിമകൾ മലയാളി പ്രേക്ഷകർക്ക് നൽകണം. ഇപ്പോൾ ഏറ്റെടുക്കുന്ന 2 സ്ഥാനങ്ങളും കൃത്യമായി അത് നിറവേറ്റാൻ താങ്കൾക്ക് കഴിയണം. താങ്കളിൽ നിന്നും ഇനിയും ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷിക്കുന്നത് സംഘടനയിൽ നിന്നാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. നമ്മളെപ്പോഴും സംഘടനകളെയാണ് കുറ്റം പറയുന്നത്, വ്യക്തികളെയല്ല കുറ്റം പറയുന്നത്. ഞാൻ ഉൾപ്പെടെ സംഘടനയിൽ നിൽക്കുമ്പോഴാണ് ആ കുറ്റങ്ങൾ കൃത്യമാണെങ്കിൽ അത് പരിഹരിച്ച് തന്നെ പോകണം. ഇപ്പം നിർമ്മാതാവ് എന്ന നിലയിൽ ഒത്തിരി സിനിമ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഈ പല താരങ്ങളും എന്തിനാണ് പ്രൊമോഷന് വരാത്ത വിഷയങ്ങളുണ്ട്. അത്തരമൊരു വിഷയങ്ങളൊന്നും ഉണ്ടാകാതെ താങ്കളുടെ സിനിമയ്ക്കൊക്കെ ആളുകൾ വന്ന് എനിക്ക് പരിചയമുണ്ട്. അത്തരം താരങ്ങളെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ പ്രൊമോഷന് വരിക എന്നുള്ള ഒരു സിനിമയുടെ ഭാഗമല്ലേ, അല്ലേ? അല്ല, 100%. അല്ല, ചില കാര്യങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ
ചില ഡേറ്റുകൾ മാറിപ്പോ അതെ, എന്റെ അങ്ങനെയൊക്കെ തന്നെ വരും. സിനിമകളിൽ ആർട്ടിസ്റ്റ് പ്രൊമോഷന് വരാതെ ഉണ്ട്. കാര്യം നമ്മളത് എന്താണ് പറയാത്തതെന്ന് വെച്ചാൽ, നമ്മൾ സിനിമ പ്ലാൻ ചെയ്ത സമയത്തല്ല നമ്മൾ റിലീസ് ചെയ്തത്. അപ്പോൾ ആർട്ടിസ്റ്റ് എന്താന്ന് ചോദിച്ചാൽ, നമുക്കിത് ഒത്തിരി അലിക്കാണല്ലോ അറിയാം, ഇത് ഒത്തിരി നാളെ മുമ്പേ നമുക്കിത് എടുത്ത് ഷൂട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ഇല്ല ഇല്ല ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്താണ് ഇത് സാധാരണ റിലീസിനോടനുബന്ധിച്ചാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം, പ്രൊമോഷൻ വർക്കെല്ലാം നടക്കുന്നത്. സോ പല സിനിമകളും ബിസിനസ് ആവാതെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ബിസിനസ് ആവാതെ തിയേറ്റർ ഡേറ്റ് ഫിക്സ് ചെയ്യും. പക്ഷേ ഡേറ്റിനോടനുബന്ധിച്ചാകുമ്പോഴും ബിസിനസ് നടക്കുന്നില്ല. അപ്പോൾ ഈ സിനിമ സ്വാഭാവികമായിട്ടും തള്ളിപ്പോയി വേറൊരു ഡേറ്റിലേക്കാവും. മനസ്സിലായി? അപ്പൊ ഈ ആർട്ടിസ്റ്റ് ഒക്കെ വേറെ സിനിമകളിലായിരിക്കും അഭിനയിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്ന പ്രൊഡ്യൂസറിന്റെ സിനിമയിലായിരിക്കാം ഒരു ആർട്ടിസ്റ്റ് അഭിനയിക്കുന്നത്. വേറെ ഇപ്പൊ എത്രയോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ സിനിമകളിൽ അപ്പം അവര് സമ്മതിക്കത്തില്ല. അവിടെയുള്ള ആർട്ടിസ്റ്റിൻ്റെ കോ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, അവരുടെ ഡേറ്റ് ചിലപ്പോൾ ഇപ്പൊ ഇന്ന ഒരാൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് പിന്നെ കിട്ടുന്നത് 1 മാസം കഴിഞ്ഞിട്ടായിരിക്കാം. മനസ്സിലായോ? അപ്പൊ എന്താന്ന് വെച്ചാൽ അവർക്ക് ഇവിടുന്ന് വരാൻ പറ്റത്തില്ല, ഞങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊമോഷൻസ് ചെയ്യാന്നൊക്കെ പറയുന്നത് സിനിമയിൽ സഹജമാണ്, സ്വാഭാവികമാണ്. റീസൺ ഉണ്ടാകണം. അതെ, റീസൺ ഉണ്ടാവണം. തീർച്ചയായിട്ടും റീസൺ ഉണ്ടായാൽ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറുമാണ്. അതെ, ഇപ്പൊ ഒരാൾക്ക് പനി പിടിച്ചിട്ട് ഇപ്പൊ ഇവനിരിക്കുകയാണ്, ആൾക്ക് പോയി ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ ഒരാൾക്ക് ഇപ്പൊ ഈവൻ എന്തെങ്കിലും അസുഖങ്ങളായിക്കോട്ടെ, ഒരു കൈ ഒടിഞ്ഞിരിക്കുക അല്ല കാലൊടിഞ്ഞിരിക്കുക, ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ ഇപ്പൊ ഒരു ആർട്ടിസ്റ്റും പർപ്പസ്ഫുള്ളി പ്രൊമോഷന് പോകാണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് അവരുടെയും അവരുടെ പ്രൊജക്ട് ആണല്ലോ, അപ്പൊ അവരും കൂടെ പോവും. എന്തെങ്കിലും കാരണമില്ലാതെ വരുന്നവർക്കെതിരെയാണ് നടപടി കാര്യങ്ങളും. അത്രേ ഉള്ളൂ. അല്ല, തീർച്ചയായിട്ടും പ്രൊമോഷന് പോകാനുള്ള ഒരു സിനിമയെ സംബന്ധിച്ച് പ്രൊമോഷൻ ആവശ്യമാണ്. അത് പ്രൊഡ്യൂസറിനേക്കാളും ആവശ്യം തന്നെയാണ് ആർട്ടിസ്റ്റിനും. അവര് പോകേണ്ടതാണ്. അവർക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ വരാൻ പറ്റാതെ ഒരു പ്രത്യേക കാരണം ഉണ്ടാവും, അതുകൊണ്ടിട്ട് മാത്രമായിരിക്കും വരാത്തതെന്നാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ ഇത്രയും സിനിമ എടുത്ത ഒരാളാണല്ലോ. അതെ അതെ. പൃഥ്വിരാജ് ഇപ്പൊ എങ്ങനെയുണ്ട്? നന്നായിട്ട് ഇവൻ ഇരിക്കുന്നു, റെസ്റ്റ് എടുത്തോണ്ടിട്ട് ഇരിക്കുന്നു. ഇനി എത്ര നാളുകൊണ്ട് റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞത്? കൂടുതൽ വിവരം താങ്കളെടുത്ത് ചോദിച്ചാൽ കിട്ടുമെന്നുള്ള രീതിക്ക് ചോദിച്ചാണ്. ഒരു മാസത്തോടെ ഒക്കെ കഴിയുമ്പോഴത്തേനും ഇതിന് ഓക്കെ ആവും. പിന്നെ ആള് ഇപ്പൊ ഇത് കാലിനാണല്ലോ ഇതിന് പറ്റിയത്. അപ്പൊ അതുകൊണ്ടിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ്. ഇപ്പൊ അവസരപ്പെട്ട് ആളിപ്പോ ഓടി വന്ന് അഭിനയിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഇല്ല, കമ്മിറ്റ്മെന്റുകളും അങ്ങനെ ഇപ്പൊ ഇവന് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത് പൂർണ്ണമായിട്ട് ഭേദമായിട്ടേ ഉള്ളൂ. ആളത് തിരിച്ചു വരുള്ളൂ. അതുവരെ ആൾ ഇരുന്ന് പഠിക്കാവുന്ന എല്ലാ സ്ക്രിപ്റ്റുകളും കൊടുത്ത് സ്ക്രിപ്റ്റുകൾ എല്ലാരും പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തന്നെ ഇവൻ ഒരുമിച്ച് സിനിമകൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റുകളായിക്കോട്ടെ, ഇപ്പൊ അടുത്ത് സംവിധാനം ചെയ്യാൻ പോകുന്ന പടത്തിന്റെ കാര്യങ്ങളായിക്കോട്ടെ, പുള്ളി അവിടെ 9 മണിക്കൂർ കണ്ടിട്ട് ഫിസിയോതെറാപ്പി ഈവൻ ചെയ്യണം, ഫിസിയോതെറാപ്പി ചെയ്യണം, ബാക്കി സ്ക്രിപ്റ്റുകള് ഫോണില് ഫുൾ ബിസിയാണ്. ഇപ്പൊ കോവിഡ് ടൈമിൽ ഞാൻ പോലും ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. കാരണം പുള്ളി ഫുൾ സമയം സിനിമ അല്ലെങ്കിൽ ഉള്ള സ്ക്രിപ്റ്റുകൾ മുഴുവൻ പഠിക്കുന്നു. അപ്പൊ അതുകൊണ്ടിട്ട് ഇതൊന്നും പുള്ളിക്ക് ഒരു പുത്തിരിയല്ല. വീട്ടിലിങ്ങനെ ഈവൻ ആയി പോയോ അല്ല ഒറ്റയ്ക്ക് അങ്ങനത്തെ ഉള്ള സംഭവം ഒന്നുമില്ല. ഫുൾ ബിസിയാണ്. പുള്ളി എല്ലാം സ്റ്റഡി ചെയ്തോണ്ടിരിക്കും. അതെ 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 അല്ലെ. ഈ ജനഗണമനയുടെ സെക്കൻഡ് പാർട്ട് ഇല്ലേ? അല്ല, അതൊക്കെ സമയം എടുക്കും. മീൻസ് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ പൂർണ്ണ സ്ക്രിപ്റ്റ് കൊണ്ടുവരണം. അതായത് ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ടില്ല, അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിട്ട്. സെക്കൻഡ് പാർട്ട് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും, സമയം എടുത്താണെങ്കിലും. അതെ അതെ അല്ലേ? അതെ.